അല്ലാഹുവേ ഞാനിതാ വന്നിരിക്കുകയാണ്. സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് നിന്റെ ഖലീൽ വിളിച്ച വിളിക്കുത്തരം ചെയ്തിട്ട് ഞാനിതാ ഈ മക്കയുടെ മണ്ണിലേക്ക് വന്നിരിക്കുകയാണ്, ഈ മിനായിലേക്ക് വന്നിരിക്കുകയാണ്, ഈ അറഫയിലേക്ക് വന്നിരിക്കുകയാണ്, ഈ മുസ്ദലിഫയിലേക്ക് വന്നിരിക്കുകയാണ്, പരിശുദ്ധമായ കഅബാലയത്തിന്റെ പരിസരത്തിലേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിനോട് നമ്മൾ കൊടുക്കുന്ന വാഗ്ദാനം, കരാർ എന്താണ്? ലാ ശരീക ലക ലബ്ബൈക്, അല്ലാഹുവേ നിനക്കൊരു പങ്കുകാരുമില്ല. തന്റെ ജീവിതകാലം മുഴുവൻ, തന്റെ പുരുഷായുസ് മുഴുവൻ ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഏത് തൗഹീദിന് വേണ്ടിയാണോ മാറ്റിവെച്ചത്, ഏതൊരു വഹദാനിയത്തിന് വേണ്ടിയാണോ മാറ്റിവെച്ചത്, ആ വഹദാനിയത്തിന്റെ പ്രഖ്യാപനമാണ് ഒന്നാമതായി നാം നടത്തുന്നത്. എന്നിട്ട് പറയുന്നത് എന്താണ്? ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക, നിശ്ചയം എല്ലാ സ്തുതികളും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ രാജാധികാരങ്ങളും നിനക്കാണ് റബ്ബേ, നിനക്ക് പങ്കുകാരില്ല രക്ഷിതാവേ എന്ന് അള്ളാഹുവിനോട് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അത് പ്രഖ്യാപിക്കാൻ പോകുമ്പോഴാണ് ഇവിടെ വന്നിട്ട് ജാറത്തിൽ വന്നിട്ട് യാത്ര ചോദിക്കുന്നത്. മരിച്ചുപോയ ഒരിക്കലും കേൾക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച, ഒരിക്കലും നിങ്ങളുടെ വിളിക്ക് ഉത്തരം നൽകുകയില്ല, നിങ്ങൾ വിളിക്കുന്നത് അവർ അറിയുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആ ഖബറിന്റെ പുറത്ത് വന്നിട്ട്, ആ ജാറത്തിന്റെ പുറത്ത് വന്നിട്ട് ഹജ്ജിന് വേണ്ടിയുള്ള യാത്ര ചോദിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, ഹജ്ജിന്റെ ഒന്നാമത്തെ പേര് തന്നെ, ഒന്നാമത്തെ ഉപാധി തന്നെ നീ നശിപ്പിച്ചു കളയുകയാണ്. എത്ര ലക്ഷങ്ങൾ ചെലവിട്ടാലും, അറഫയുടെ മൈതാനിയിൽ എത്ര മണിക്കൂർ നീ പ്രാർത്ഥിച്ചാലും, എത്ര നേരം അല്ലാഹുവിന്റെ മുന്നിൽ നീ സുജൂദിൽ കിടന്നാലും, ശിർക്ക് ചെയ്തിട്ടാണ് നീ ആ പുണ്യഭൂമിയിലേക്ക് പോകുന്നതെങ്കിൽ, അല്ലാഹുവിൽ പങ്കു ചേർത്തിട്ടാണ് നീ ആ പുണ്യഭൂമിയിലേക്ക് പോകുന്നതെങ്കിൽ, നിന്റെ ഹജ്ജ് സ്വീകരിക്കപ്പെടുകയില്ല, നിന്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയില്ല, നിന്റെ അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ല, അതെല്ലാം ബാത്തിലാകും. പറയുന്നത് ആരാണ്? മുജാഹിദുകളെല്ലാം അറിയിച്ചാരാണ്? പരിശുദ്ധ ഖുർആനാണ്. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവിന്റെ റസൂലിനോട് ലോകരക്ഷിതാവ് പറഞ്ഞതാണ്. എന്താണ് പറഞ്ഞത്? നബിയെ, ഞാനിതാ അങ്ങയ്ക്ക് ബോധനം നൽകുകയാണ്, വഹി നൽകുകയാണ്. അങ്ങയ്ക്ക് മാത്രമല്ല, അങ്ങയ്ക്ക് മുൻപ് കടന്നു വന്ന സകല പ്രവാചകന്മാർക്കും ഞാൻ ഇതുപോലെ ബോധനം നൽകിയിട്ടുണ്ട്, വഹി നൽകിയിട്ടുണ്ട്. എന്താണ് ആ വഹീന്റെ ആകെ തുക? അങ്ങയുടെ പ്രവർത്തനം എത്ര കാഠിന്യമുള്ളതാകട്ടെ, എത്ര പ്രയാസം നിറഞ്ഞതാകട്ടെ, എത്ര ബുദ്ധിമുട്ട് നിറഞ്ഞതാകട്ടെ, അങ്ങയുടെ ജീവിതത്തിൽ ശിർക്ക് സംഭവിക്കുകയാണെങ്കിൽ അങ്ങയുടെ കർമ്മങ്ങൾ മുഴുവനും ബാത്തിലായി പോകുന്നതാണ്. അങ്ങ് നഷ്ടക്കാരിൽ പെട്ടുപോകുകയും ചെയ്യുന്നതാണ്. അള്ളാഹുവിന്റെ വാക്കാണ്. അതുകൊണ്ട് ഹജ്ജിന് പുറപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നിങ്ങൾ കുടുംബക്കാരെടുത്ത് പോവുക, കൂട്ടുകാരെടുത്ത് പോവുക, ബാധ്യതകൾ തീർക്കുക, യാത്ര പറയേണ്ടവരോടൊക്കെ യാത്ര പറയുക, ജീവിതത്തിലെ പോരായ്മകളും വല്ലായ്മകളൊക്കെ ഇല്ലാതാക്കുക. എന്നിട്ട് ജാറങ്ങളും മക്ബറകളും ഔലിയാക്കളെയും അമ്പിയാക്കളെയും അവരെ വിളിച്ച് തേടുന്നതിൽ നിന്ന് മാറി നിൽക്കുക, പടച്ചോനെ മാത്രം വിളിക്കുക. എന്നിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ബിലാൽ തൊട്ടങ്ങോട്ട് ലക്ഷക്കണക്കിന് സ്വഹാബികളും ഇടനെഞ്ചിലേറ്റിയ ആ പ്രോജ്വലമായ തൗഹീദിന്റെ വക്താക്കളായി നിങ്ങളുടെ പാദങ്ങൾ ആ പുണ്യഭൂമിയിലേക്ക് വെക്കുക. അവിടെയാണ് യഥാർത്ഥ ഹജ്ജിന്റെ ചൈതന്യം പറക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഉടനീളം മിനായിലെ ടെന്റിന്റെ അടുത്ത് മദ്ബഹ് ഇസ്മായിൽ കാണാൻ പറ്റും നമുക്ക്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട പൊന്നുമോന്റെ കഴുത്തിലേക്ക് കത്തിവെക്കാൻ തയ്യാറായ മദ്ബഹ് ഇസ്മായിൽ മിനാ ടെന്റുകൾക്കടുത്തായി നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ബസ്സിൽ പോകുമ്പോ പലപ്പോഴും നമുക്കത് കാണാൻ സാധിക്കും. ആ ഓർമ്മകൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഹജ്ജിന് വേണ്ടി വിളംബരം ജബൽ അബീ ശഅബ അവിടെ നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിമിന്റെ മഖാമു ഇബ്രാഹിം, കഅബാലയത്തിന്റെ പരിസരത്തുള്ള മഖാമു ഇബ്രാഹിം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വിദാഇന്റെ രോമാഞ്ചജന്യമായ പ്രസംഗം നടത്തിയ ആ ജബലുർ റഹ്മ, ആ പരിസരം നമുക്ക് കാണാൻ കഴിയും. എല്ലാം ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിന്റെയും പ്രവാചകന്റെയും പാവന സ്മരണകൾ നമ്മുടെ മനസ്സിൽ ഉണർത്തുന്ന കർമ്മമാണ് ഹജ്ജ്. പക്ഷേ ഒരു സ്ഥലത്ത് പോലും പ്രിയപ്പെട്ടവരെ, ഹജ്ജിന്റെ മനാസിക്കുകളിൽ,
ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഒരു സ്ഥലത്ത് പോലും ഇബ്രാഹിം നബിയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ തേടണമെന്ന് പഠിപ്പിച്ചിട്ടില്ല. മുഹമ്മദ് നബിയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ തേടണമെന്ന് പഠിപ്പിച്ചിട്ടില്ല. ഹാജറ ബീവിയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് തേടണമെന്ന് പഠിപ്പിച്ചിട്ടില്ല. സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് സഫയുടെയും മറുവയുടെയും ഇടയിൽ തന്റെ കുഞ്ഞുമകന്റെ തൊണ്ട നനക്കുന്നതിന് വേണ്ടി വെപ്രാളം പിടിച്ച് ബേജാറോടോടിയ ഒരു ഉമ്മയുടെ സ്മരണ ലോകത്തെ സകല മുഅ്മിനിന്റെയും മനസ്സിലേക്ക് ഓടി വരുന്ന രംഗമാണ് സഫ മറുവക്കിടയിലുള്ള സഈ. ആ സമയത്ത് പോലും അല്ലാഹുവേ ഹാജറ ബീവിയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് എനിക്ക് ഇന്നത് തരണേ എന്ന് പറയാൻ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. ഹാജറ ബീവിയോട് ഇസ്തിഗാസ നടത്താൻ പ്രവാചകൻ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. ഇസ്തിഗാസ എന്ന ഒന്ന്, അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുക എന്ന ഒന്ന് പരിശുദ്ധ ഇസ്ലാമിൽ ഉണ്ടായിരുന്നെങ്കിൽ, പരിശുദ്ധ ഇസ്ലാമിൽ അത് പ്രാമാണികമായിരുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഹജ്ജിന്റെ വേളയിൽ ഒരൊറ്റ തവണയെങ്കിലും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിക്കാൻ വേണ്ടി അള്ളാഹ് പഠിപ്പിക്കണ്ടേ? റസൂൽ പഠിപ്പിക്കണ്ടേ? പഠിപ്പിച്ചിട്ടില്ല. എന്താ കാരണം? അങ്ങനെ ഒന്നും ഇസ്ലാമിലില്ല. അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ തേടുന്ന ഏർപ്പാട് പരിശുദ്ധ ഖുർആനോ തിരു ഹദീസോ ഫഹ്മു സ്വഹാബയോ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന് പോകുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് ആ ഹജ്ജിന്റെ ഏറ്റവും വലിയ ചൈതന്യമായ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് അവിടേക്ക് പോകുവാനും ആ ചൈതന്യത്തിന് ഊർജം പകർന്നുകൊണ്ട് നാട്ടിലേക്ക് വരാനും അവർക്ക് നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആവർത്തിക്കുകയാണ്, നമ്മുടെ ഹജ്ജിന് പോകാനുള്ള ഒഴികഴിവ് നമ്മുടെ സമ്പത്താണെങ്കിൽ അള്ളാഹിന്റെ മുന്നിൽ നമ്മൾ ഉത്തരവാദികളല്ല. നമ്മുടെ ആരോഗ്യമാണെങ്കിലും നമുക്ക് പടച്ചോ ഒഴികഴിവ് തരും. എന്നാൽ നമ്മുടെ കച്ചവടമോ നമ്മുടെ സ്ഥാപനങ്ങളോ നമ്മുടെ മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങളോ ആണ് നമ്മെ ഹജ്ജിൽ നിന്നും ഉംറയിൽ നിന്നും തടയുന്നതെങ്കിൽ അതിനൊരു ഏർപ്പാടുണ്ടാക്കിയിട്ട് പോയിട്ടില്ലെങ്കിൽ പടച്ചോൻ്റെ അടുത്ത് പടച്ചോൻ്റെ ചോദ്യം നേരിടേണ്ടി വരുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. എത്രയും പെട്ടെന്ന് കഴിവുള്ള ആളുകൾ, ഇതുവരെ ഹജ്ജ് ചെയ്യാത്ത ആളുകൾ ഹജ്ജ് പൂർത്തീകരിക്കാൻ ശ്രമിക്കുക. ഇനി ഹജ്ജിന് ഒരു വർഷം കൂടി കാത്തിരിക്കണം, ചിലപ്പോൾ കൊടുത്താൽ കിട്ടൂല, അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് പോകേണ്ടി വരും, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരു ഉംറയെങ്കിലും ചെയ്യാൻ അവർ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനവർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ഉമ്മബറ്റ കുട്ടികളെപ്പോലെ പരിശുദ്ധരായി തിരിച്ചു വരുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ ഏവരെയും നാഥൻ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ തന്നെ ചില ആൾക്ക് ഒരു ഉദ്ദേശമുണ്ട്. എന്താ അറിയോ? ചില ആളുകൾ എന്താ പറയുക അറിയോ? ജീവിതത്തിൽ എല്ലാ തോന്നിയാസം ചെയ്യും, എല്ലാ വൃത്തികേടും ചെയ്യും, എല്ലാ എംബോക്കിത്തരവും എൻ്റെ കയ്യിലുണ്ടാവും. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഉദ്ദേശം എന്തായിരിക്കും എന്നറിയോ? കുറച്ച് കഴിഞ്ഞാൽ ഹജ്ജൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് പിന്നെ നല്ല ജീവിതം തുടങ്ങാം. പ്രിയപ്പെട്ടവരെ, അത് ഒരു മുസ്ലിമിന് യോജിക്കാത്തൊരു സംഗതിയാണ്. പല രീതിയിലുള്ള തിന്മകൾ ഉള്ള മനുഷ്യന്മാരുണ്ടാവും. ചില ആളുകൾക്ക് ആവശ്യമില്ലാത്ത ചാറ്റിംഗ് ഉണ്ടാവും, ചില ആളുകൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടാവും, ചില ആളുകൾ ഹറാമായ രീതിയിൽ സമ്പാദിക്കുന്നുണ്ടാവും, ചില ആളുകൾക്ക് പലിശയായിട്ട് ഇടപഴകുന്നുണ്ടാവും. ഇതൊക്കെ നിർത്താൻ അവർ കാണുന്നത് കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഒരു ഹജ്ജ് ചെയ്ത് ആ കുറച്ച് കാലം പടച്ചോ നിങ്ങൾക്ക് ഗ്യാരണ്ടി വന്നിട്ടൊന്നുമില്ലല്ലോ. 20, 25, 28, 30, 35 വയസ്സുള്ള ആരോഗ്യ ദൃഢഗാത്രരായ യുവതി യുവാക്കളാണ് കുഴഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാളെ നിന്റെ അടുത്ത് മലക്കുൽ മൗത്ത് വരൂല എന്ന് പടച്ചോൻ ലെറ്ററിൽ എഴുതി ഒപ്പിട്ട് തന്നിട്ടൊന്നുമില്ല നമ്മുടെ കയ്യിൽ. ഏത് നിമിഷവും മലക്കുൽ മൗത്ത് വരും, നമ്മൾ പോകേണ്ടി വരും. അവിടെ വരുമ്പോൾ നമ്മളൊന്ന് പറഞ്ഞു നോക്കും, ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്ത്, ഞാൻ ചെയ്യാതെ പോയ ചില കാര്യങ്ങൾ ഞാനൊന്ന് ചെയ്തോട്ടെ എന്ന് നമ്മൾ അവിടെ പറഞ്ഞു നോക്കും. അതിനെ കൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നന്നാവാൻ ഹജ്ജിന് വേണ്ടി കാത്തിരിക്കരുത്. നന്നാവാൻ ഹജ്ജിന് വേണ്ടി കാത്തിരിക്കുക ശൈത്താന്റെ ഏറ്റവും വലിയ ആയുധാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുക. അതുപോലെ പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണർത്താനുള്ളത്, ഇൻഷാ അള്ളാഹ് നമ്മുടെ അപ്പുറത്തെ വാരം സലഫി മസ്ജിദിലെ പഴയ പള്ളിയിൽ നമ്മൾ ഹിഫ്ള് ക്ലാസ് ആരംഭിക്കുകയാണ്. ഇവിടെ ഈ പള്ളിയിൽ നമ്മൾ ഇൻഷാ അള്ളാഹ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ആരംഭിക്കും. ഇവിടെ ഹോസ്റ്റലോട് കൂടിയിട്ടാണ് ഇൻഷാ അള്ളാഹ് ഹിഫ്ള് ക്ലാസ് ആരംഭിക്കുന്നത്. എന്നാൽ വാരം പള്ളിയിൽ നമ്മൾ ആരംഭിക്കുന്നത് ഹോസ്റ്റലോട് കൂടിയിട്ടല്ല. രാവിലെ 8:30 മുതൽ വൈകുന്നേരം 5 മണി വരെ ക്ലാസ്
ക്ലാസ് ഉള്ള രൂപത്തിലാണ് നമ്മളവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രധാനമായിട്ടും നമ്മളത് തുടങ്ങുന്നത് ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്, ഇവിടെയുള്ള പ്രദേശവാസികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ കോഴ്സ് തുടങ്ങുന്നത്, ഹിഫ്ള് കോഴ്സ് തുടങ്ങുന്നത്. അവിടെ നിങ്ങളുടെ മക്കളെ കഴിയുന്ന ആളുകൾ പറഞ്ഞയക്കുക. പല തടസ്സങ്ങളും നമ്മുടെ മുന്നിലുണ്ടാവും. സ്കൂൾ പോലെ അവരുടെ സ്കൂളിൽ ഒരു തടസ്സവും വരില്ല, അവരുടെ സ്കൂൾ പഠനത്തിന് ഒരു തടസ്സവും വരില്ല. ഇപ്പോൾ 4ാം ക്ലാസ് തൊട്ടിട്ട് 9ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. ഏത് ക്ലാസ്സിൽ വെച്ചാണോ അവർ ഹിഫ്ള് പൂർത്തിയാക്കുന്നത് അവർക്ക് അതിനനുസരിച്ചുള്ള ട്യൂഷൻ കൊടുക്കും. എന്നിട്ട് അത് കഴിഞ്ഞാൽ അവർക്ക് ഏത് ക്ലാസ്സിലേക്കാണോ ഇരിക്കേണ്ടത് ആ ക്ലാസ്സിലേക്കുള്ള എക്സാം എഴുതി അവർക്ക് പാസ്സാവുന്നത്, അതിനുള്ള സംവിധാനം നമ്മൾ ചെയ്തു കൊടുക്കും. സ്കൂൾ പഠനത്തിന് ഒരു തടസ്സവും വരില്ല. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കുട്ടികളുടെ ഹിഫ്ള് പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ മെമ്മറി പവർ 10 മടങ്ങാവും. ഇത് പ്രൂവനാണ്, തെളിഞ്ഞ സംഗതിയാണ്. കാരണം ഹിഫ്ള് പഠിക്കുമ്പോൾ അവരുടെ ബ്രെയിനിന്റെ പെർമനന്റ് മെമ്മറി പാർട്ടാണ് കൂടുതൽ കൂടുതൽ പഠിക്കാനും കൂടുതൽ ഓർമ്മിക്കാനും അക്കാഡമിക്സ് എക്സലൻസ് കൂടുതൽ ഉണ്ടാക്കാൻ അവർ കഴിയും. അതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ ആ കോടതിയിലുള്ള നമുക്കുള്ള ബഹുമാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മഹ്ശറയിൽ വെച്ച് സകല മനുഷ്യരും ഉടുതുണിയില്ലാതെ നൂൽബന്ധമില്ലാതെ മഹ്ശറയിൽ നിൽക്കുമ്പോൾ ഒരാണിനും ഒരു പെണ്ണിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടയാടകൾ അണിയിക്കുമെന്നാണ്, അവർക്ക് കിരീടം അണിയിക്കുമെന്നാണ്. അവരിങ്ങനെ ചോദിക്കും, ഇത്രമാത്രം ബഹുമാനിക്കപ്പെടാൻ, ഇത്രമാത്രം ആദരിക്കപ്പെടാൻ എന്ത് കർമ്മമാണ് ഞങ്ങൾ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ മറുപടി പറയും, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഖുർആൻ പഠിപ്പിച്ചു. നാട് മുഴുവൻ ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാധാന്യം നൽകി അതിനുവേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ, നല്ല നല്ല സ്കൂളുകൾ തെരഞ്ഞ് പരക്കം പായുമ്പോൾ, ഹിഫ്ള് പഠിക്കുന്നതിന് വേണ്ടി, അള്ളാന്റെ കലാമ പഠിക്കുന്നതിന് വേണ്ടി, പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ മക്കളെ മാറ്റിവെച്ചു. അതാണ് ഇതിന് കാരണം. പ്രിയപ്പെട്ടവരെ, ആ ബഹുമതി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? അതുകൊണ്ട് നമ്മുടെ മക്കൾ, ഈ പ്രായത്തിലുള്ള മക്കൾ, ഈ പ്രദേശത്തുള്ളവർ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞയക്കുക. 2-3 വർഷം കൊണ്ട് ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഫാത്തിഹ തൊട്ട് നാസ് വരെ ഒരു തെറ്റുമില്ലാതെ മനഃപ്പാഠമാക്കി ആ കുട്ടികളെ ഞങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് തിരിച്ചേൽപ്പിക്കുന്നതാണ്. അതോടൊപ്പം നല്ല കൃത്യമായ തർബിയത്തും അവർക്ക് കൊടുക്കുന്നതാണ്. അതോടൊപ്പം വിവിധ ഭാഷകളും അവരെ പഠിപ്പിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ അഡ്മിഷൻ ഈ ജൂൺ 1 സ്റ്റാർട്ട് ചെയ്യും. ജൂൺ 1 തുടങ്ങിക്കഴിഞ്ഞാൽ പഴയ പള്ളിയിൽ, നമ്മുടെ അവിടെ പള്ളിയിൽ ഓഫീസ് ഓപ്പൺ ആയിരിക്കും. അവിടെ നിങ്ങൾ കുട്ടികളായിട്ട് വന്നാൽ ജൂൺ പകുതിയോടുകൂടി നമ്മളെ ക്ലാസ് തുടങ്ങുന്നതുമാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഗൗരവത്തെക്കുറിച്ചും മനസ്സിലാക്കുക. നമ്മുടെ മക്കളെ അതിലേക്ക് പറഞ്ഞയക്കാൻ രക്ഷിതാക്കളെ തയ്യാറാവുകയും ചെയ്യുക. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു അവസരം വന്നിട്ട് നമ്മളത് ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പടച്ചോൻ്റെ അടുത്ത് നമ്മൾ മറുപടി പറയേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ നേരിൻ്റെയും സത്യത്തിൻ്റെയും മാർഗത്തിലേക്ക് നയിക്കാനുള്ള ഒരവസരവും കളഞ്ഞു മുടിക്കാതെ എല്ലാം ഉപയോഗിക്കുന്ന ഭാഗ്യവാന്മാരുടെയും ഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ നമ്മെ ഏവരെയും നാഥൻ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇൻ ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വ ഫിൽ ആഖിറതി ഹസനത وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.